പ്രിയമുള്ളവരെ, 2 ദിവസം മുമ്പ് വൈറലായ കുട്ടി സഖാക്കൾ എന്ന വീഡിയോ കാണുമ്പോൾ ഒരു ഇഷ്ടവും സ്നേഹവുമൊക്കെ ആ കുട്ടികളോട് തോന്നി. കാരണം അവർ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തോടുള്ള സ്നേഹം, ഇഷ്ടം, ആത്മാർത്ഥത അതൊക്കെയും അവരുടെ വീഡിയോയിൽ നിഴലിച്ചിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഞാൻ ആ വീഡിയോ കാണുമ്പോൾ ആദ്യം വിചാരിച്ചത് കണ്ണൂരിലെയോ കോഴിക്കോടോ ഏതെങ്കിലും പാർട്ടി ഗ്രാമങ്ങളിൽ നിന്നുള്ള കുട്ടികളായിരിക്കും, ബാലസംഘത്തിൽ പ്രവർത്തിക്കുന്ന കുട്ടികളായിരിക്കുമെന്നാണ്. അതല്ല, മലപ്പുറത്ത് നിന്ന് ആണ് ആ കുട്ടികളെന്നാണ് വ്യക്തമാകുന്നത്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആകെയുള്ള 16-ൽ 16 സീറ്റും പരാജയപ്പെട്ട്, ജില്ലാ പഞ്ചായത്തിൽ 33-ൽ 33 സീറ്റും പരാജയപ്പെട്ട് CPM ഏകദേശം ചരമമടഞ്ഞ മലപ്പുറത്ത് നിന്നാണ് ആ വീഡിയോ എന്നറിയുമ്പോൾ അത് കൂടുതൽ ആശ്ചര്യം പകരുന്നതാണ്. കാരണം കണ്ണൂരിലെയും കോഴിക്കോട്ടെയും ഒക്കെ പാർട്ടി ഗ്രാമങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നു. അപ്പോൾ മലപ്പുറത്തെ ചില സ്ഥലങ്ങളിലൊക്കെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ ഈ ബാലസംഘവുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ആശാവഹമാണ് എന്ന് തന്നെ പറഞ്ഞുകൊള്ളട്ടെ. പ്രത്യേകിച്ചും ഞാൻ ഈ വിദേശത്തൊക്കെ ആയിരുന്ന സമയത്തും എനിക്ക് മലപ്പുറത്തെ രാഷ്ട്രീയത്തെക്കുറിച്ച് ആശ്ചര്യം തോന്നാറുണ്ട്. മലപ്പുറത്ത് ഈ KMCCയുമായി ബന്ധപ്പെട്ട കുറേ ആളുകൾ മുസ്ലിം ലീഗിൽ പ്രവർത്തിക്കുന്നുണ്ട്, കോൺഗ്രസ്സിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ ഓഫീസിലും മറ്റും കാണുന്ന ആളുകളൊക്കെയും മലപ്പുറത്തുള്ള ആളുകളൊക്കെ CPMകാരാണ്. പക്ഷേ CPM എന്ന് പറയുന്ന പ്രസ്ഥാനം നിരന്തരം മലപ്പുറം ജില്ലയിൽ പരാജയം ഏറ്റുവാങ്ങുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എങ്കിലും ചില ആത്മാർത്ഥതയുള്ള പ്രവർത്തകർ ഉണ്ട് മലപ്പുറം ജില്ലയിൽ എന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും പാർട്ടി വല്ലാതെ പരാജയമടഞ്ഞ മലപ്പുറത്ത് നിന്നാണ് ഈ കുട്ടി സഖാക്കൾ എന്ന ഇൻസ്റ്റഗ്രാം പേജിലെ കുട്ടികളുടെ വീഡിയോ വരുന്നത് എന്നതാണ് ആശ്ചര്യം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടിക്ക് വലിയ മേൽക്കോയ്മ ഉണ്ടായിരുന്ന പാർട്ടി ഗ്രാമങ്ങളിലൊക്കെ പാർട്ടിയുടെ വഴിയിൽ നിന്ന് ആളുകളൊക്കെ മാറി ചിന്തിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു എന്നത് വാസ്തവമാണ്. അത് CPM എത്രത്തോളം നിഷേധിച്ചാലും അത് തന്നെയാണ് യാഥാർത്ഥ്യം. കാരണം പിണറായി വിജയനെ പോലെയുള്ള മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ധർമ്മടം പോലെയുള്ള ഒരു മണ്ഡലത്തിൽ, CPMൻ്റെ പാർട്ടി ഗ്രാമങ്ങൾ ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ ആദ്യത്തെ 6 റൗണ്ടുകളിൽ അബ്ദുൾ റഷീദിനെ പോലെയുള്ള ഒരു യുവ നേതാവിന് പിറകിലാകുന്നു എന്ന് പറയുന്നത് അതിൻ്റെയൊക്കെ സൂചനയാണ്. മാത്രമല്ല തളിപ്പറമ്പും കൂത്തുപറമ്പും പോലെയുള്ള സീറ്റുകളിൽ CPM പരാജയപ്പെടുന്നു. അതൊക്കെയും ഒരു പാർട്ടി ഗ്രാമങ്ങളിൽ നിന്ന് ആളുകൾ മാറി ചിന്തിക്കുന്നു എന്നതിൻ്റെ ഒരു അടിത്തറയായിട്ട് നമുക്ക് വിലയിരുത്താം. എന്തായാലും CPMനെ സംബന്ധിച്ച് പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് വീണുപോയ ആ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഈ വിദ്യാർത്ഥികളുടെയെങ്കിലും കൈപിടിച്ചു കയറാമെന്നാണ് അവർ വിചാരിച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ അവരുടെ അക്കൗണ്ട് പൂട്ടിപ്പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതിന് കാരണം അവരാരോപിക്കുന്നത് പോലെ VD സതീശനാണോ എന്ന ഒരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. എന്തായാലും കേരളത്തിലെ സഖാക്കൾ കുട്ടികളുടെ അക്കൗണ്ടിൽ പാഞ്ഞു കയറി ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ കൊടുത്തു. പിണറായി വിജയൻ മുതൽ മരുമകൻ മുഹമ്മദ് റിയാസ് വരെയുള്ള ആളുകൾ കുട്ടികളുടെ ഈ അക്കൗണ്ടിൽ, കുട്ടി സഖാക്കൾ എന്ന് പറയുന്ന അക്കൗണ്ടിൽ കയറി ലാൽ സലാം കമൻ്റ് ഇട്ടു. ഒപ്പം കൈ ചുരുട്ടിപ്പിടിക്കുന്ന, മുഷ്ടി ചുരുട്ടിപ്പിടുന്ന ചിത്രങ്ങളൊക്കെ ഇട്ടു. അക്കൗണ്ട് അങ്ങ് റീച്ചായി. അക്കൗണ്ട് ഒരു ദിവസം കൊണ്ട് മില്യൺ കണക്കിന് ആളുകൾ കണ്ടു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. പക്ഷേ അതുതന്നെ ആ കുട്ടികൾക്ക് തിരിച്ചടിയായി എന്ന ഒരു വസ്തുത കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. കാരണം മെറ്റയുടെ നിയമപ്രകാരം 13 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊന്നും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടാകുവാൻ പാടില്ല. പക്ഷേ കുട്ടികളൊക്കെ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഫേക്കായിട്ടുള്ള ഇൻഫർമേഷനൊക്കെ കൊടുത്ത് അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ മെറ്റ ചിലപ്പോഴൊക്കെ അത് കണ്ടുപിടിക്കാറുണ്ട്. കുട്ടികൾ 13 വയസ്സിന് താഴെയുള്ളവരാണെന്ന് കണ്ടുപിടിച്ച് ആ അക്കൗണ്ടുകളൊക്കെ റിമൂവ് ചെയ്ത് കളയാറുണ്ട്. പക്ഷേ ഈ കുട്ടികളുടെ അക്കൗണ്ട് എങ്ങനെയോ മെറ്റയുടെ അൽഗോരിതത്തിൽ കണ്ടുപിടിക്കുവാൻ പറ്റാതെ കിടക്കുകയായിരുന്നു. ഈ സഖാക്കളൊക്കെ ഈ ആവേശം കയറി ആ കുട്ടികളുടെ അക്കൗണ്ടിൽ കയറി ലൈക്കും ഷെയറും കൊടുത്ത് ലാൽ സലാം സഖാവ് എന്നൊക്കെ വിളിച്ച് ആ കുട്ടികളുടെ അക്കൗണ്ട് പൂട്ടിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രക്ഷാദൗത്യം ഏറ്റെടുത്ത്, വെന്റിലേറ്ററിൽ കിടന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രക്ഷാദൗത്യം ഏറ്റെടുത്ത് മുന്നോട്ട് വന്ന ആ വിദ്യാർത്ഥികളുടെ അക്കൗണ്ട് സഖാക്കൾ തന്നെ അറിയാതെ പൂട്ടിച്ചു എന്ന് തന്നെയാണ് തോന്നുന്നത്. എന്തായാലും വെറുതെയാണോ ഇവരെ അന്തം കമ്മികൾ എന്ന് വിളിക്കുന്നതെന്ന് ചില ഇൻസ്റ്റാഗ്രാം പേജുകളിലൊക്കെ CPMമാർക്കെതിരെയുള്ള ചില കമൻറ്റുകൾ ഇതുപോലെ ബന്ധപ്പെട്ട് വരുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും പഴി VD സതീശനാണ്. ഈ സതീശൻ ആണ് നിരന്തരം പഴുതിയേക്കുന്നത്. അക്കൗണ്ട് പൂട്ടിയാലും എന്തിനും ഇപ്പോൾ സഖാക്കൾ നിരന്തരം പഴി പറയുന്നത് VD സതീശനെയാണ്. എനിക്ക് തോന്നുന്നത് VD സതീശൻ രാവിലെ ക്ലിഫ് ഹൗസിലെത്തി അദ്ദേഹം ഇങ്ങനെ നിരന്തരം സോഷ്യൽ മീഡിയ ഫേസ്ബുക്കൊക്കെ നോക്കിയിരിക്കുകയാണ്. ഏത് ലോക്കൽ സെക്രട്ടറിയുടെ അല്ലെങ്കിൽ ഏത് കുട്ടി സഖാവിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പൂട്ടിക്കണം എന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നിരന്തരം ഇങ്ങനെ അക്കൗണ്ടുകളൊക്കെ നോക്കി ഈ സഖാവിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പൂട്ടിക്കൂ എന്ന് പറഞ്ഞ് മെറ്റയ്ക്ക് മെയിൽ അയക്കുന്നു എന്ന രീതിയിലാണ് സഖാക്കളുടെയൊക്കെയും ഈ ഇൻസ്റ്റാഗ്രാം പോസ്റ്റും ഫേസ്ബുക്ക് പോസ്റ്റും സൈബർ ഇടങ്ങളിലെ ഒക്കെയും ഇടപെടലും ഒക്കെ കാണുന്നത്. സത്യത്തിൽ അങ്ങനെയല്ല സംഭവിച്ചത്. ഈ സഖാക്കൾ ആ വിദ്യാർത്ഥികളുടെയൊക്കെയും ഇൻസ്റ്റാഗ്രാം പേജിൽ പോയി ലൈക്കും ഷെയറും കമൻറ്റും കൊടുത്തതുകൊണ്ട് ആ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ പെട്ടെന്ന് വൈറലായി. അപ്പോൾ മെറ്റയ്ക്ക് മനസ്സിലായി ഇത് 13 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് എന്ന്. അങ്ങനെ അവരുടെ ഇൻസ്റ്റഗ്രാം പേജ് റിമൂവ് ചെയ്ത് കളഞ്ഞതാണ്. അല്ലാതെ VD സതീശൻ അതിൽ യാതെങ്കിലും പങ്കുള്ളതായി എനിക്ക് തോന്നുന്നില്ല. സഖാക്കൾ വിചാരിക്കുന്ന പോലെ VD സതീശൻ രാവിലെ ക്ലിഫ് ഹൗസിലെത്തി ഈ
സൈബറിടത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെയും കുട്ടി സഖാക്കളുടെയും ഒക്കെ ഇൻസ്റ്റാഗ്രാം പേജ് നോക്കിയാൽ അതൊക്കെ റിമൂവ് ചെയ്യണമെന്ന് പറയുന്ന മെറ്റയ്ക്ക് മെയിൽ അയക്കുകയുമല്ല അയാളുടെ ജോലി എന്നതാണ് എൻ്റെ ഒരു വീക്ഷണം. എന്തായാലും CPM-നെ സംബന്ധിച്ച് അല്പം ആശ്വാസകരമായിരുന്നു ഈ കുട്ടികളുടെ വീഡിയോ എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം നേരത്തെയൊക്കെ ചെയ്യുന്നത് പോലെ ഈ PR വർക്കുകൾ ഈ പ്രളയത്തിൻ്റെ സമയത്ത് പാത്തുമ്മയുടെ ആട് പോലെയൊക്കെയുള്ള ഒരു PR വർക്കായിട്ട് ഇതിനെ വീക്ഷിക്കുന്ന ആളുകളുമുണ്ട്. അതുപോലെയുള്ള ഒരു PR വർക്കായിട്ട് പാർട്ടി കുടുംബത്തിൽ നിന്ന് വിദ്യാർത്ഥികളെ കൊണ്ടുവന്ന് ഒരു വീഡിയോ ചെയ്യിച്ചു എന്ന രീതിയിലുള്ള ആരോപണങ്ങളുമുണ്ട്. അതൊക്കെ വസ്തുതയാണ്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തുക. CPM-നെ സംബന്ധിച്ച് പരാജയത്തിൻ്റെ പടുകുഴിയിൽ നിന്നപ്പോൾ കൈപിടിച്ചുയർത്തുവാൻ വന്ന വിദ്യാർത്ഥികളായിരുന്നു ഇവർ എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ലോക്സഭയിലാകട്ടെ, ജില്ലാ പഞ്ചായത്തിലാകട്ടെ, ഗ്രാമപഞ്ചായത്തിലാകട്ടെ, ബ്ലോക്ക് പഞ്ചായത്തിലാകട്ടെ, MLA-മാരുടെ എണ്ണമാകട്ടെ, ഇതിലൊക്കെയും ചരിത്രത്തിലാദ്യമായി UDF-ന് പിറകിലാണ്. ലോക്സഭാ MP-മാർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, MLA-മാർ എല്ലാം UDF-നാണ് LDF-നേക്കാൾ കൂടുതൽ. ഈ പാർട്ടിപരമായിട്ട് എടുത്താൽ അത് കോൺഗ്രസിനാണ് കൂടുതൽ CPM-നേക്കാൾ എന്ന ഒരു പ്രത്യേകതയുണ്ട്. ഈ അടുത്ത കാലത്തൊന്നും CPM-ന് ഇത്ര വലിയ പരാജയം ഉണ്ടായതായി നമുക്കറിയില്ല. രാജ്യസഭയിലെ കാര്യമെടുക്കുകയാണെങ്കിൽ രാജ്യസഭയിൽ ഒരു MP-മാരെ പോലും വിജയിപ്പിക്കുവാൻ പറ്റാത്ത വണ്ണം പരിതാപകരമാണ് CPM-ൻ്റെ അംഗബലം എന്നുള്ള ഒരു കാര്യമുണ്ട്. മറ്റൊന്ന്, ഉള്ള MLA-മാരാകട്ടെ നിയമസഭയിൽ എന്നും രാവിലെ വന്ന് VD സതീശൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കെട്ടി തിരികെ പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഒടുവിൽ കൊട്ടാരക്കര MLA ബാലഗോപാലിന് പറയേണ്ടി വന്നു സഖാവ് പിണറായി വിജയനോട്, നിങ്ങൾ ഈ വായ് മൂടിക്കെട്ടിയിരിക്കാതെ ഈ VD സതീശൻ പറയുന്നതിന് എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്രതികരിക്കൂ എന്ന് പറയേണ്ടി വന്നു എന്നതാണ് യാഥാർത്ഥ്യം. അത്രമേൽ പാർട്ടിയും പാർട്ടി സഖാക്കളുമൊക്കെ പ്രതിസന്ധിയിലായ ഘട്ടത്തിൽ ഒരു ആശ്വാസത്തിൻ്റെ വാക്കുമായി എത്തിയ കുട്ടി സഖാക്കളുടെ അക്കൗണ്ട് തന്നെ സഖാക്കൾ അറിയാതെ പൂട്ടിച്ചു എന്നതാണ് ഇപ്പോൾ ചർച്ചയാകുന്ന ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം. മറ്റൊന്നുകൂടി ചർച്ച ചെയ്യുന്നുണ്ട്. ഈ ചെറിയ കുട്ടികളെ, ഈ വീഡിയോ ഇട്ട ചെറിയ കുട്ടികളെ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ വിളിച്ചു. അവരുമായിട്ട് സംസാരിക്കുന്ന വീഡിയോ ഉണ്ട്. ആ സംസാരിക്കുന്നതിനിടയിൽ പിണറായി വിജയൻ ചിരിക്കുന്നുണ്ട്. എന്തായാലും ഈ ചിരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെയും ചിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെയും കിട്ടി എന്നതാണ് കേരളത്തിൻ്റെ ഒരു ഭാഗ്യമായിട്ട് ആളുകളൊക്കെ വിലയിരുത്തുന്നത്. എന്തായാലും ആ കുട്ടികൾക്ക് പിണറായി വിജയനെ കൊണ്ട് ചിരിപ്പിക്കുവാൻ കഴിഞ്ഞു എന്ന ഒരു വിശകലനവും പുറത്തു വരുന്നുണ്ട്. പിണറായി വിജയൻ ആ കുട്ടികളോട് ചിരിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. നേരത്തെ സ്വന്തം പാർട്ടി പ്രവർത്തക സെൽഫി എടുക്കാൻ വന്നപ്പോൾ മാറിപ്പോകാൻ പറഞ്ഞ് പെടലേക്ക് പിടിച്ചു തള്ളിയ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് പിടിച്ചു തള്ളിയ പിണറായി വിജയന് പ്രതിപക്ഷ നേതാവാകുമ്പോൾ രൂപങ്ങളിലും ഭാവങ്ങളിലും ഒക്കെ മാറ്റങ്ങളുണ്ടാകുന്നു എന്നതും ആശ്വാസജനകമാണ്. എന്തായാലും CPM-നെ സംബന്ധിച്ച് പ്രതിസന്ധികളുടെ ഒരു മഹാപ്രളയമാണ് കടന്നു വരുന്നത്. പ്രതിപക്ഷ ഉപനേതാവ് ആര് എന്നതിനെ ചൊല്ലി നിയമസഭയ്ക്കകത്ത് തർക്കം നടക്കുകയാണ് ഘടകകക്ഷിയ CPM-മായി ബന്ധപ്പെട്ട്. എന്തായാലും വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന CPM-നെ സംബന്ധിച്ച് ആശ്വാസത്തിൻ്റെ വാക്കുകൾ കുട്ടികളുടെ ഇടയിൽ നിന്നും ഉണ്ടാകുന്നത് അവരുടെ പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന കാര്യമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും സഖാക്കൾ അറിയാതെങ്കിലും ആ അക്കൗണ്ട് പൂട്ടിച്ചത് നിർഭാഗ്യകരമായി എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ജയ് ഹിന്ദ്.